വെൽക്കം ബാക്ക് ടു ലൈഫ്ലൈൻ PSC. VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ലൈഫ്ലൈൻ PSCയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകൾ. സൂപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന പക്ഷിസങ്കേതം പക്ഷിപ്പാതാളം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷിസങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം. കൊച്ചി നഗരത്തിലെ പക്ഷിസങ്കേതം മംഗളവനം. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് ആലപ്പുഴ. പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക. ഇന്ത്യൻ പക്ഷി നിരീക്ഷണത്തിൻ്റെ പിതാവ് AO ഹ്യൂം. സ്ട്രേ ഫെദേഴ്സ് എന്ന പക്ഷി നിരീക്ഷണ ഗ്രന്ഥം രചിച്ചത് AO ഹ്യൂം 1872. കേരളത്തിലെ ആന സങ്കേതങ്ങൾ പെരിയാർ, ആനമുടി, വയനാട്, നിലമ്പൂർ. സംസ്ഥാന മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. ആന പരിശീലന കേന്ദ്രമായ കോടനാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. കോട്ടൂർ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. സഹ്യൻ്റെ മകൻ എന്നറിയപ്പെടുന്ന ജീവി ആന. കല്ലാനകൾ കാണപ്പെടുന്ന വനമേഖല അഗസ്ത്യാർകൂടം തിരുവനന്തപുരം. നാട്ടാനകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള ആനക്കൂട് ആരംഭിച്ചതെവിടെ? കോന്നി, പത്തനംതിട്ട ജില്ലയിൽ 1941. പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി ആരംഭിച്ച വർഷം 1992. കേരളത്തിലെ പക്ഷിസങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളെപ്പറ്റിയുമാണ് ഇനി പറയുന്നത്. മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കുമരകം കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ചൂലന്നൂർ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. തട്ടേക്കാട് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. അരിപ്പ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കടലുണ്ടി കോഴിക്കോട് ജില്ലയിൽ. പക്ഷിപ്പാതാളം വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ജീവികളും അവയുടെ സംരക്ഷിത മേഖലകളെക്കുറിച്ചുമാണ് ഇനി പറയുന്നത്. സിംഹവാലൻ കുരങ്ങ് സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. വരയാട് ഇരവികുളം ദേശീയോദ്യാനത്തിൽ. മയിൽ ചൂലന്നൂർ മയിൽ സങ്കേതം. റീഡ് തവള മലബാർ വന്യജീവി സങ്കേതം. മാക്കാച്ചിക്കാട തട്ടേക്കാട് പക്ഷി സങ്കേതം. നക്ഷത്ര ആമ ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ശാസ്ത്രീയ നാമങ്ങൾ.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്